ചേലക്കരയിൽ LDF ആദ്യഘട്ടത്തിൽ മുന്നോട്ട് നിൽക്കും. BJP പാലക്കാട് പറഞ്ഞു പോകേണ്ടതുണ്ട്. സനീഷ്, മഹാരാഷ്ട്രയിൽ സനീഷിന്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് മഹായുതി സഖ്യം 60 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. 14 മാത്രമാണ് മഹാവികാസ് അഘാഡിക്ക് ഇപ്പോൾ മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഓർമ്മ. ഈ ഘട്ടത്തിലും ഈ ഘട്ടത്തിലും പക്ഷേ മഹായുതി സഖ്യം തന്നെ സർക്കാർ ഉണ്ടാക്കിയേക്കും, പൂർണ്ണ വിജയം ഉണ്ടാകുമെന്ന് പറയാറായിട്ടില്ല എന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. എന്തായാലും മഹാരാഷ്ട്രയിൽ BJP മുന്നേറ്റമാണ്. 71 BJP മുന്നിട്ട് നിൽക്കുകയാണ്. ജാർഖണ്ഡിലും അത് തന്നെയാണ് സ്ഥിതി. നമ്മൾ കാണേണ്ടത് ഈ രണ്ടിടത്തും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ NDAക്ക് മുൻതൂക്കം പ്രവചിച്ചാണ്. മഹാരാഷ്ട്രയിൽ വളരെ ഇഞ്ചോടിഞ്ചായിരിക്കുമെന്ന് പറഞ്ഞാണ്, പക്ഷേ എങ്കിലും മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞാണ്. അതുപോലെ തന്നെ നടക്കുകയാണ്. എന്തായാലും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ EVM വോട്ടുകൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വയനാട്ടിൽ നിന്ന് വരുന്ന ഇനി വളരെ വേഗത്തിലായിരിക്കും ആ നമ്പർ. ഈ EVM വോട്ട് കൂടെ 160 വോട്ടുകൾക്കാണ് ഇപ്പോൾ C കൃഷ്ണകുമാർ ലീഡ് ചെയ്യുന്നത്. നേരിയ തോതിൽ ലീഡ് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 160 വോട്ടുകൾക്ക് C കൃഷ്ണകുമാർ BJP പാലക്കാട് ലീഡ് ചെയ്യുന്നു. 1771 വോട്ടുകൾക്ക് UR പ്രദീപ് ചേലക്കരയിലും ലീഡ് ചെയ്യുന്നു. 2762 വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ലീഡ് ചെയ്യുകയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പാലക്കാട് നിന്ന് ഇനിയും വരേണ്ടതുണ്ട്. EVM വോട്ട് മെഷീനുകളുടെ എണ്ണി തുടങ്ങൽ കുറച്ച് വൈകിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ?